എല്ലാവർക്കും നമസ്കാരം. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമി സീസൺ 9 കേരള എഡിഷൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഏവർക്കും സ്വാഗതം. +3,000 കുട്ടികളിൽ നിന്നാണ് ഇത്രയും ആൾക്കാർ, ഇത്രയും ഫൈനലിസ്റ്റ് വന്നിട്ടുള്ളത്. I take this opportunity to thank all of you for the support and congratulate all the finalists who have made it to this level. All the best. Really happy to see you students taking an active interest to join Speak for India, and I'm extremely happy about Federal Bank being our partner. അറിവിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ വിജയം ആശംസിക്കുകയാണ്. നമ്മുടെ യുവതലമുറയെക്കുറിച്ച് നമുക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. അവർ നാളെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹവും നേരുന്നു. നമ്മളുടെ നല്ല ചിന്തകളിലേക്കും പുതിയ പുതിയ ആശയങ്ങളിലേക്കും നമുക്ക് ഈ സംവാദങ്ങളിലൂടെയാണ് പല ചരിത്ര സൃഷ്ടികളും ഉണ്ടായിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന നല്ല സംവാദങ്ങളായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ജഡ്ജസ് നമ്മളുടെ കൂടെയുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ വി വേണു, ഫോമർ ചീഫ് സെക്രട്ടറി. മിസ്റ്റർ APM മുഹമ്മദ് ഹനീഷ് IAS. അടുത്തത് പ്രൊഫസർ ഡോക്ടർ ലത നായർ ആർ, ഫോമർ വൈസ് പ്രിൻസിപ്പൽ സെന്റ് തെരേസസ് കോളേജ്. ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റാ സംരക്ഷണ മാർഗനിർദ്ദേശങ്ങൾ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഫോർ സംസാരിക്കുന്ന വ്യക്തി പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നും എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന വ്യക്തി ആ മോഷന് എതിരായുമായിരിക്കും സംസാരിക്കുക. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോൺ ടാബ്സ്കോട്ട് തൻ്റെ ഡിജിറ്റൽ എക്കണോമി പ്രോമിസ് ആൻഡ് പെറിൽ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ വ്യക്തിഗത ഡേറ്റയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ അതിൻ്റെ നിയന്ത്രണവും സംരക്ഷണവും സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ്. ഡേറ്റ എന്നത് പുതിയ കാലത്തിൻ്റെ ഇന്ധനമാണ്. പക്ഷേ അതിനെ നാം വിഷവിമുക്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ കടന്നു പോകണം. ഈ ശുദ്ധീകരണ പ്രക്രിയ ആശ്രയിച്ചിരിക്കുന്ന നിബന്ധനകളും നിയമങ്ങളും വിശ്വാസ്യതയുമാണ് എന്ന് പറഞ്ഞു വെച്ചത് ആധാറിൻ്റെ ആദ്യകാല ചെയർമാനും അതോടൊപ്പം തന്നെ ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകനുമായ നന്ദൻ നിലേഗിനിയാണ്. തോമസ് ലംബോട്ട് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിഷ്വൽ കംപ്ലയിൻസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെ ഷെൽ കമ്പനികൾ ഒരു ഐഡന്റിറ്റി ഫിൽറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അത് കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ്. ഇത് ബ്രസീലിലും ചൈനയിലും നടന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. നാം ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില പുഴുക്കുത്തുകളെ കാണിച്ചുകൊണ്ട് നമുക്കൊരു നയത്തെ പൂർണ്ണമായും എതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ഭീമൻ കമ്പനികളെ പോലും കൊണ്ടുവന്ന് ഇന്ത്യയിൽ നികുതി അടയ്ക്കാൻ പ്രാപ്തമാക്കുന്ന പ്രാദേശിക വൽക്കരണത്തിന് വേണ്ടി കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമാണെന്നും നാം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. Europe's obsession with data protection is getting in the way of digital innovation. According to Axel Voss, a member of the European Parliament, 3 years after he voted to pass the General Data Protection Regulation. With introduction of the digital personal data protection in India, we need to analyze why this change of opinion took place. Firstly, Fortune 500 companies have had to spend $7 to $8 billion in GDPR compliance, and 74% of micro, small and medium-sized enterprises have faced a cash crunch, according to the International Association of Privacy Professionals. There is absolutely no denial of the fact that in a country with nearly 1 billion internet users and uncontemplatable amount of digital information, we need an excellent piece of legislation that strikes the right balance between two things: digital privacy and data-driven economic growth. And the DPDP rules of 2025 and the DPDP Act of 2023 does exactly that. Data localization can actually result in data autarky, where countries become self-sufficient in cases of data collection and transfer, which could actually affect the global GDP to fall by 4.5%, according to the OECD. The DPDP does not talk about a blanket data localization. It only talks about certain classes of data having to be localized. What classes of data? Sensitive information. For what reason? To protect the sovereignty and the security of the country. ആധുനികമായ ലോകക്രമത്തിൽ ഡാറ്റ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും മൗലികമായ ഉപാധിയാണെന്നും
ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിരീക്ഷിക്കുന്നത് വിക്ടർ മേയറും കെന്നത്ത് കുക്കിയറും ഡിജിറ്റൽ വിദഗ്ധന്മാരായി ഇവർ നടത്തിയ ബിഗ് ഡാറ്റ എന്ന പുസ്തകത്തിലെ നിരീക്ഷണത്തിലാണ്. ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് യൂറോപ്യൻ യൂണിയനിൽ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അഥവാ GDPR നിലവിൽ വന്നതിന് ശേഷം യൂറോപ്യൻ യൂണിയന്റെ വിപണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അവരുടെ ലാഭത്തിൽ 8%, വിൽപ്പനയിൽ 2%-യും ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ മാർഗനിർദ്ദേശങ്ങൾ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്ന് ക്ലൈവ് ഹംബി അഭിപ്രായപ്പെടുമ്പോൾ എങ്ങനെയാണ് എണ്ണപ്പാടങ്ങൾ ഈ ലോകത്ത് മായാജാലം സൃഷ്ടിച്ചതെന്ന് നാം കാണുമ്പോൾ ആ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാകാൻ കഴിയുന്ന ഒന്നാണ് ഡാറ്റ എന്നുള്ളത്. അത്തരത്തിലുള്ള ഡാറ്റ സംരക്ഷിക്കുന്നതിലൂടെ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടന മുന്നോട്ട് കുതിക്കും എന്ന് തന്നെയാണ് എ ഫ്രീ ആൻഡ് ഫെയർ ഡിജിറ്റൽ ഇക്കോണമി എന്ന റിപ്പോർട്ടിലൂടെ ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ 2018 പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് അത് തൊഴിൽ ലഭ്യതയിൽ ഉണ്ടാക്കുന്ന അവസരക്കുറവാണ്. നോക്കൂ, 2020 IABയുടെ കണക്ക് പ്രകാരം GDPR നിലവിൽ വന്നതിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ 50,000-ലധികം തൊഴിലവസരങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. 2023 നാസ്കോമിന്റെ റിപ്പോർട്ട് പ്രകാരം സമാനമായ തൊഴിലവസരങ്ങളുടെ നഷ്ടം ഇന്ത്യയിൽ DPDP വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കേവലം തൊഴിലുകൾ സൃഷ്ടിച്ചതുകൊണ്ടായില്ല, നിർമ്മിക്കപ്പെടുന്ന തൊഴിലുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കൂടി പ്രിയ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കട്ടെ. സർവീലിയൻസ് ക്യാപിറ്റലിസം അഥവാ നിരീക്ഷക മുതലാളിത്തം അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ഡാറ്റ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെ തൊഴിലടിമകളാക്കുവാൻ സാധിക്കുമെന്നും തൊഴിലിടങ്ങളിൽ വിവേചനത്തിനിരയാക്കാൻ സാധിക്കുമെന്നും പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലിംപ്ടനാണ്. Economic growth happens when people rearrange resources in more valuable forms, said Nobel laureate Paul Bromer. But what happens when the most important resource of the 21st century, that is data, becomes difficult to access, expensive to refine, at the same time risky to transfer? The increased overhead cost or cost due to increased compliance costs results in the decrease of net revenue of institution and redirects resources away from R&D. Ladies and gentlemen, welcome to the 21st century where the cookies you find in your websites has the immense power to misuse your identity. The so-called 2024 Kerala case of the celebrity losing 68 lakhs due to the QR code scam is a very example of the cost of the absence of the enforcement of the DPDP in India. Section 7(2) and Section 17(c) of the DPDP Act of India dilutes the right to information, at the same time provides the government unrestricted backdoor access to surveillance. Won't it result in unrestricted crony capitalism, corruption, and also create a surveillance state and extractionist institutions, resulting in the long-term economic detriment? I would like to include the sustainable economy concept, and if digitals, while using the digital systems more, they trust it more, and the so-called consistency produces the economy. I think the debate was of a very, very high standard. എനിക്ക് എന്തെങ്കിലും എഴുതി നോട്ട് ചെയ്യാൻ പോലും സമയമില്ലാത്ത രീതിയിൽ പോയിന്റ്സ് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എറിയുന്ന തരത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ്. വളരെ നന്നായിരുന്നു. ഇനി വേണ്ട ഒരു ചെറിയ കാര്യം, സുഹൃത്തിൻ്റെ വാദങ്ങളെ കൃത്യമായിട്ടൊന്ന് ശ്രവിക്കുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉരുളക്കുപ്പേരി എന്ന രീതിയിലുള്ള മറുപടി കൊടുക്കുവാനും കുറച്ചുകൂടി ശ്രമിച്ചാൽ നന്നായിരുന്നു. ഈ കുട്ടികളെ കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവർ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നാളെ നല്ലൊരു നാളെയും വരും എന്നുള്ളതിൻ്റെ ആ ഹോപ്പാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേദിയിലേക്ക് ആ 8 പേരെയും ക്ഷണിക്കാം. അപ്പോൾ ഇതിൽ ആരാണ് അടുത്ത 4 പേരെന്ന് അറിയേണ്ട സമയമാണ്. അതിനു മുൻപ് ഈ കുട്ടികൾക്ക് ഒരു വലിയ കയ്യടി കൊടുക്കൂ. ഫൈനൽ റൗണ്ടിലെ പാർട്ടിസിപ്പൻസിനെ അനൗൺസ് ചെയ്യുന്നു. നമ്പർ 1 ആദർശ്, കം ഫോർവേഡ്. നമ്പർ 2 പ്രവ്യ. നമ്പർ 3 തേജസ്. and number 4 Nasrin. Well done. Season 9 Federal Bank Speak for India Kerala edition in association with മാതൃഭൂമിയുടെ ഗ്രാൻഡ് ഫിനാലെ അവസാനത്തെ റൗണ്ടാണ് നമ്മൾ ഇനി ഇവിടെ നടക്കാനായി പോകുന്നത്. ഇതൊരു കേസ് സ്റ്റഡിയാണ്. മനുഷ്യൻ കാട് കയറിയതോ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയതോ
ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ റൗണ്ടിന് പാർട്ടിസിപ്പൻസിന് നൽകിയിട്ടുള്ള വിഷയം. Let me invite Tejas Krishna SD from Mar Gregorius College of Law and Nasrin Naushad from Nehru College of Pharmacy. For സംസാരിക്കുന്ന വ്യക്തിയും അഗൈൻസ്റ്റ് സംസാരിക്കുന്ന വ്യക്തിയും ഓരോ മിനിറ്റ് വീതം ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡിബേറ്റ് ആയിരിക്കും. And by the end of it, we will have a question from our wonderful judges. Are you guys ready? So Nasrin is going to speak for the motion. Tejas will be speaking against the motion. Nasrin, your 1 minute starts now. Animals don't wake up one day thinking it's fun to play with the so-called human cities. Respected judges, I truly believe this is a response, not invasion. Humans are encroaching into forest, and I present to you the 3 important points why I believe so. The so-called trend of the so-called influencers and the giants, global giants of escapism, ecotourism, and the luxury retreats. The Jim Corbett National Park shutting down the ecosystems truly is a pure example. The second point I would like to talk about is the fragmented ecosystem of the so-called forest and how it literally affects the migration pathways of the so-called animals. We are invading them, they are not invading us. The third important point, the demand and the exploitation of the human, the animal, exotic meat, ivory, calf killing, smuggling, etc. At the end, what I would like to conclude by telling you is that we are invading them, they are not invading us. It is their response that they come out to cities because we have invaded their space. Right, thank you Nasrin. Now we move to Tejas. Your 1 minute starts now. There is absolutely no denying of the fact that the popular perception is that human beings are the ones primarily responsible for human-animal conflicts. However, that is not the scientific consensus. 3 scientific arguments on the floor. The first one, the argument that certain animals are naturally aggressive. Sukumar R., the ecologist, in his famous study in 2003 says that certain animals like elephants are naturally aggressive, which means that although they have got sufficient food within their habitats, they have a tendency to expand their habitats and come out to human spaces because human civilization often offers them food which is rich in nutrition. We have got multiple examples of the same in Kerala as well. We have heard of names called Chakakumbin, Arikumbin, etc., etc. These are not instances where human beings invade forests. These are instances of animals coming out to human spaces to have nutritionally rich food. Argument number 2, certain efforts aimed at conservation, certain efforts aimed at population recovery can lead to overpopulation of animals, which means that animals tend to be overpopulated. This was established by Chapran in his famous study in 2014 in the by far credible magazine Science. Thank you so much. Now Tejas and Nasrin, you'll get 4 minutes for the debate and your time starts now. I would like to suppress the mere principle of the humanity. The humanity is lost in 2020 Kerala near Silent Valley when a pregnant elephant was poisoned with pineapples consisting of crackers. Where is the mere humanity been to, and how can we support the so-called animals when the humans are encroaching into their silent privacy and killing them with endlessly, recklessly and cruelty? Where is the humanity? I completely concede to that argument. There have been individual instances of human beings encroaching into habitats of animals and doing acts of cruelty. However, that is a hasty generalization. Why? Because 1 or 2 incidents cannot be named as the sole or the primary reasons for a global phenomena. That has to be studied, that has to be reported. That is why I came up with 2 scientific arguments. The argument that certain animals are naturally, instinctively aggressive, and second, that certain animals invade forests or human habitats regardless. It does not have to be people always invading into forest spaces. That is the popular conception. Yes. That is not the scientific conception. Right, Nasrin? The mere principal difference between animals and humans is the power of consciousness. And the power of consciousness is what differentiates us from both the animals and the humans. Even with this cognitive ability, even with this consciousness, humans are encroaching to the privacy of animals and killing them, including the activities like poaching and causing those mining activities which invade their privacy activities and cut their migration paths, which actually takes them into our paths. Yes. Does my friend know the fact that elephant corridors actually change their direction? Elephant corridors are not stagnant. A pathway which has been designated as an elephant corridor does not always remain an elephant corridor. This is called behavioral plasticity of animals. Animals change their migration routes. It's got nothing to do with human beings. Again, I consider the fact that human beings have engaged in certain activities which might have led to a depleting population of animals. But at the same time, the question is that the primary reason or not? See, the mere possibility of giving a chance to human is broken
the next moment because they do something the next moment. When you contribute, humans are given actually a specific area for their non-forest activities, and by 2023 report, we have around 4.5 million forest hectares in laws, and this is something that the animals wouldn't do to the earth. Tejas? Deforestation has happened, it's a reality which I cannot deny, but also we need to understand the fact that there has been significant efforts to recover the forest cover which has been lost as a result of deforestation that has borne fruit, which means that when deforestation happens, it's also equally a fact that forest resources or forest cover has been recovered significantly as a result of human activity. Again, the point is that it is not the primary reason. All right, we've come to the conclusion of the debate session. Now we move to the question and answer session. The first question is for Nazrin. What I feel is this conflict about blame game? And can we build a compassionate border between habits? Thank you for the question, ma'am. While I speak in my point of view, I truly blame the animals for encroaching into the forest. That is truly my viewpoint. While you asked about being compassionate, there is a part of humans that are still compassionate in the part of India and all across the world who are mainly involved in the reinforcement programs. And India is also around 2,200 square feet. They have restored it also. So the so-called humans who have the cognitive ability to replace the forest, to protect the animals, the same humans are encroaching it in this conflict. Yeah, we have a question for Tejas. You were talking about overpopulation of some species of animals. Yes. Will you advocate scientific culling of animals where there is record to show that there is great overpopulation causing a threat to human habitations? Again, this is an issue which has to be approached with a bit of nuance. Like, for example, I would support the fact that certain animals will have to be culled to a certain extent to protect human beings. There are also studies which says that over-culling of animals, let's say dogs, for example, can actually lead to replacement of dogs in the ecosystem with an animal which is more dangerous. So when we've got ecological studies of this nature in front of us, we can blindly advocate for the fact or the activity of culling. But then, however, on a limited scale, with scientific backup, culling can be advocated only on a limited scale, not completely, not blanket culling. Let me invite Adarsh HS from University of Kerala Karyavattam campus and Pruvya KR from University of Kerala Karyavattam campus. Ready alle? Manusyan kaadu keriyado, mrugangal naatil irangiyado. Adarsh, your time starts now. ആൽഫ്രഡ് ക്രോസ്ബിയുടെ പാരിസ്ഥിതിക സാമ്രാജ്യത്തെ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് മനുഷ്യൻ അവൻ്റെ വികാസത്തിന് വേണ്ടി എല്ലാ കാലത്തും കാടുകളിലേക്കും മറ്റ് ആവാസ മേഖലകളിലേക്കും കടന്നു കയറിയെന്നും അതുമൂലമാണ് മനുഷ്യർ മറ്റു മൃഗങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചതെന്നുമാണ്. നാം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊളോണിയൽ സംസ്കാരം ഏകവിള കൃഷികളെ പ്രോത്സാഹിപ്പിക്കുകയും കാടുകളിലേക്ക് കടന്നു കയറുകയും വനവാസ മേഖലകളെ ജീവികൾക്ക് അനുകൂലമല്ലാത്ത വിധത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്തത് എന്നുള്ളത് നാം കണ്ടതാണ്. അതുപോലെയാണ് ഈ അടുത്ത് മുംബൈ മെട്രോയുടെ നിർമ്മാണത്തിന് വേണ്ടി നിരവധി മരങ്ങൾ മുറിക്കുകയും അതുമൂലം പുള്ളിപ്പുലികൾക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും 11 പേരെ അത് കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ ഏകജാലകമായിട്ടുള്ള മഴകളുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ പടരുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിലൂടെ മനുഷ്യൻ ആ മേഖലകളെ ആവാസയോഗ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടയിൽ കാട്ടുജീവികൾക്കും പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും അവർ മനുഷ്യരുടെ പ്രദേശങ്ങളിലേക്ക് വരുന്ന മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് നാം കാണുന്നു. ICFRയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 18% മേഖലകൾ മാത്രമാണ് വന്യമൃഗജീവികൾക്ക് അനുകൂലമായിട്ടുള്ളത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Pruvya, 1 minute. Your time starts now. മനുഷ്യൻ കാട് കയറിയതല്ല, മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയതാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇവിടെ വൃദ്ധരായ മനുഷ്യർക്ക് ഒരു വൃദ്ധസദനം ഉണ്ടാകുമ്പോൾ എന്നാൽ കാടുകളിൽ വൃദ്ധരായ അവശരായ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയില്ല എന്നുള്ളിടത്ത് തന്നെയാണ് അങ്ങനെ ഈ പറയുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അവിടെ സംജാതമാകുന്നത്. ഇവിടെ കേരളത്തിലെ 2023 കണക്കുകൾ പ്രകാരം 230 കടുവകളാണ് കേരളത്തിലുള്ളത്. ഈ കടുവകൾക്ക് ആവശ്യമായ വനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കടുവകൾ നാട്ടിലിറങ്ങുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. മൃഗങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം തന്നെയാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡിബേറ്റാണ് അടുത്തത്. Your time starts now. മൃഗങ്ങൾക്ക് തമ്മിലുള്ള സംഘർഷമാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണമെന്നാണ് ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു വെച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മൃഗങ്ങളെക്കാൾ ഏറ്റവും പൈശാചികമായി പെരുമാറുന്ന ജീവി മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സരിസ്കയിലെ മുഴുവൻ കടുവകളെയും മനുഷ്യൻ വേട്ടയാടുകയും അതുമൂലം സാമ്പാറും നീൽഗായും പോലെയുള്ള അവിടുത്തെ ജീവികൾക്ക് നാട്ടിലിറങ്ങി കൃഷിവിളകളെ ആക്രമിക്കാനുള്ള ഇതുണ്ടാവുകയും ചെയ്യുന്ന ഫുഡ് ചെയിനെ മനുഷ്യൻ പ്രതിബദ്ധമായി ബാധിക്കുന്നത് കൊണ്ട് കൂടിയാണ്. സുഹൃത്തെ, മൃഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ട് തന്നെയാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ആനയുടെ കുത്തേറ്റ് മസ്തകത്തിൽ മുറിവുമായ ഒരു കൊമ്പനും മറ്റൊരു കടുവയുടെ ആക്രമണത്തിൽ
പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട ഒരു കടുവയും നാട്ടിലിറങ്ങുന്ന അവസ്ഥ വരുന്നത്? പിന്നെ മനുഷ്യൻ ഏറ്റവും ക്രൂരനായ ജീവിയാണ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചു കയറുന്നത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണെന്നും തെരുവുനായ എന്നുള്ളത് വന്യജീവി അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ആസാം പോലെയുള്ള മേഖലകളിൽ കാടിനുള്ളിലൂടെ തീവണ്ടി ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോകുന്ന റെയിൽ പാളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മനുഷ്യൻ സ്വാഭാവികമായി വന്യജീവി മേഖലയിലേക്ക് അതിക്രമിച്ചു കയറുകയാണ്. അങ്ങനെ അതിക്രമിച്ചു കയറുമ്പോൾ അവർക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൃത്യമായി തുരത്തുവാനുള്ള അല്ലെങ്കിൽ അവരെ കൃത്യമായി കൈകാര്യം ചെയ്യുവാനുള്ള നിയമങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം വനഭൂമിയുള്ള ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷം താരതമ്യേന കുറവുള്ളതെന്ന് പറയുമ്പോൾ അവിടെ ഹണ്ടിങ് എന്ന് പറയുന്ന രീതി ഈ പറയുന്ന നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. നാം ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യന് കാടിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ മനുഷ്യരുടെ 30% അല്ലെങ്കിൽ വനം മേഖലക്ക് അടുത്താണ് ഉള്ളത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുമ്പോൾ ഇവർ നിരന്തരമായി കാടുകളിലേക്ക് കയറുകയും വന്യജീവികളുമായി ഇടപെടേണ്ടതായി വരികയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ മേഖലകളിലേക്ക് അവരുടെ റിസോഴ്സസുകളിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ മറ്റ് നാട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളത് അല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റ് പോംവഴികൾ ഇല്ലാതായി വരുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ 2023 പഠനം പറയുന്നത് കേരളത്തിൽ 2018 പ്രളയത്തിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള പരാത സസ്യങ്ങൾ വനത്തിനകത്ത് പ്രവേശിച്ചുവെന്നും അത് വനത്തിനകത്തിനുള്ള ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്തു എന്നാണ്. അത് പ്രകൃതിയുടെ തന്നെ ഈ പറയുന്ന ഒരു പരിണാമ സിദ്ധാന്തമാണെന്നും പരിണാമ പ്രക്രിയയാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. The first question would be for Adarsh, sir. ആദർശ്, മനുഷ്യൻ കാടുകളിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ പ്രകൃതി വിഭവങ്ങളും ഈ ലോകത്തുള്ള വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മനുഷ്യ കുലത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് കാടുകളും കാടുകളിലെ ജീവികളെയും അക്കാര്യത്തിൽ ഒരു നിയന്ത്രിതമായി കൊണ്ടുപോകേണ്ടതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഗാന്ധി പറഞ്ഞത് നാം കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ടെന്നും എന്നാൽ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനുള്ളത് ഈ പ്രകൃതിയിൽ ഇല്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. പക്ഷേ മനുഷ്യൻ ഇന്ന് അവൻ്റെ അത്യാഗ്രഹങ്ങൾ മൂലം ഖനനത്തിലേക്കും മറ്റ് കെട്ടിട നിർമ്മാണങ്ങളിലേക്കും വികസനം എന്നുള്ള പേരിൽ വന്യജീവികളെ ആക്രമിക്കാനും പ്രകൃതിയെ ആക്രമിക്കാനും തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് മൃഗങ്ങളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടാണ് വയനാട്ടിൽ ഉൾപ്പെടെ വന്യജീവികൾക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നത്. അടുത്തത് പൃഥ്വിക്കുള്ള ചോദ്യമാണ്. മൃഗങ്ങൾ ജനങ്ങൾ വസിക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരുന്നതിൽ അങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പറയുന്ന മൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർ ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് നാം ചോദിക്കുമ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട അതിരുകളിൽ കഴിയുന്ന ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യന്റെ ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തുന്ന മൃഗങ്ങളെ തുരത്തുന്നത് മനുഷ്യന്റെ പരിണാമം കൂടിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Thank you so much, Adarsh and Privya. Thank you for this opportunity, and I'm sure that every one of you, everybody who has participated are equally good because every one of us are very, very priceless. It is just that you cannot really compare one to the other. We are all priceless, we are all good, we are all good in our own sphere. It is just that some people are better today, but then there is no guarantee that you will not do better tomorrow. All the very best to everybody today. All 8 are winners. That is what the message I want to give on to you. So to Madhubhumi, Madhubhumi is not like a media partner. They are beyond that. We will continue to hold these ideas, and we request all of you to speak and express your ideas and thoughts so that the nation will hear it. I would like to congratulate all of the students who participated. I'd also like to take this opportunity to thank our chief guest, Justice Devan Ramachandran. Also, I'd like to take this opportunity to thank Federal Bank and their CSR wing, the Homus Memorial Foundation. Their support has been amazing over the years. A very, very big thank you to St. Xavier's College for Women for being such a wonderful host and letting us host our event here. Thank you so much. I would like to also specially mention our wonderful jury here today, Shri V. Venu, Shri Mohammad Anish, and Professor Lata. I think this wouldn't have been possible without your guidance and support, so thank you so much. Let's continue to celebrate the power of ideas, the strength of words, and the courage to speak up. So many more Speak for Indias to come. Thank you so much, everybody.
So runner-up I announce it is Tejas Krishna SD. തേജസ് ആണ് സ്പീക്ക് ഫോർ ഇന്ത്യ സീസൺ 9 റണ്ണർ-അപ്പ്. 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് തേജസിന് സമ്മാനമായിട്ട് കിട്ടുന്നത്. സർട്ടിഫിക്കറ്റ് സമ്മാനിക്കാനായി ദേവികയെ ക്ഷണിക്കുന്നു. I really wanted it to be one of the ladies, but it is Adarsh. ആദർശ് ആണ് ഇന്നത്തെ വിന്നർ, ടൈറ്റിൽ വിന്നർ ഓഫ് സ്പീക്ക് ഫോർ ഇന്ത്യ സീസൺ 9. എന്താണ് ആദർശിന് കിട്ടുന്ന ക്യാഷ് പ്രൈസ്? 2.5 lakh rupees ആണ് ആദർശിന് കിട്ടുന്ന ക്യാഷ് പ്രൈസ്, ഒപ്പം സർട്ടിഫിക്കറ്റും. 8 പേർ മത്സരിച്ചവരിൽ 6 പേർക്കുള്ള സമ്മാനദാന ചടങ്ങാണ്